ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്താ ഈ നിൽക്കുന്ന എന്നെക്കാളും നല്ല വിവരമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. തുറന്ന യൂട്യൂബ് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്തുണ്ട്. നമ്മൾ നശിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നശിച്ചേ തീരൂ. അല്ല നമുക്ക് നന്നാവണം തീരുമാനിച്ച് നമ്മൾ നിൽക്കണം നല്ലപോലെ. അല്ലാതെ പോയി ഒരു മാസം 2 മാസം ഒരു കൊല്ലം കഴിഞ്ഞ് പറയല്ല വേണ്ടത്. സ്പോട്ടിൽ പ്രതികരിക്കണം. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും. പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട്. ആ ആർജവം സ്ത്രീകൾക്ക് വേണം. ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ. ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിലുള്ളതാ. അതൊന്നും ആർക്കും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. ഈ സ്ത്രീയെ ഞാൻ സ്നേഹിക്കുന്നത് ചിലപ്പോൾ പാട്ടായിരിക്കും, പൂക്കളെയായിരിക്കും. പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ. അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക. അതല്ലേ നിങ്ങൾ നിങ്ങൾ ആണുങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത്? ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ എനിക്ക് സംസാരിക്കുള്ളൂ. ഈ നമ്പർ ആകാശത്ത് മഴത്തുള്ളി പോലെ വീഴുന്നതല്ല. ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ? കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികേടായിട്ട് വല്ലതും വന്നാലേ നമ്മുടെ കയ്യിലാണ് അതിന്റെ സ്വിച്ച് ഇരിക്കുന്നത്. കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലില്ല വേണ്ടേ പെണ്ണിന്? വേണ്ടേ? ഞാൻ ആ അഭിപ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളോട്, ആണുങ്ങൾ കുറ്റം ചെയ്യുന്നവരുണ്ട്, അവരെ ശിക്ഷിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ പറയാതെ തോന്നുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനിക്ക് യാതൊരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട്, ഇല്ലേ? മക്കൾ വളർന്നു വരുന്നുണ്ട്, ഭാര്യയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആ പുരുഷന് എത്ര അനുഭവിക്കും? ഈ ഇന്ത്യയുടെ നിയമം ഈ സ്ത്രീകൾക്ക് നമുക്കിപ്പോ നിയമം മാറ്റി എഴുതാനോ ഒന്നിനും കഴിയില്ല. നമ്മളെന്താ ഇപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും നിങ്ങളെ പോലുള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ വേണമെങ്കിൽ നല്ലത് സ്വീകരിക്കാം. അല്ല, ഇതിന്റെ ഇടയിൽ 13 സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കാന്നുള്ളൊരു വകുപ്പുണ്ടായി. അതൊക്കെ പറയണതല്ലേ മോനെ? അല്ല, ഒരു മണിക്കൂർ അവിടെ നോക്കി വെക്കിയേ. അല്ല, എന്തുകൊണ്ടൊരു പുരുഷൻ അങ്ങനെ വരുന്നില്ല എന്നാണ് മോനെ. അതാ പറഞ്ഞത്, നിയമത്തിന്റെ വഴിക്ക് പോകും. നമ്മൾ ചെയ്യാൻ ഞാനൊരു സ്ത്രീയാണ്. ഒരു മണിക്കൂർ അതാവാൻ നോക്കി അശ്ലീലം പറഞ്ഞാൽ എനിക്കറിയാൻ പ്രതികരിക്കാൻ. ഞാൻ നിയമത്തിന്റെ പുറകെ പോകില്ല, ഞാൻ പ്രതികരിക്കും. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെയാണ്, പുരുഷന്മാരായാലും ആരായാലും നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? നിങ്ങളോട് ഇഷ്ടം കൊണ്ടാ അല്ലേ? എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അവരുടെ ജോലിയാണ്. നമ്മൾ ജോലിയാണ് ചെയ്യുന്നത്. ഒറ്റ വിചാരം നമ്മുടെ മനസ്സിൽ നല്ലത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും പാവപ്പെട്ട ഈ ചേച്ചിയെ താങ്ക് യു. മോനെ ഇഷ്ടം വേണം മോനെ. നിങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ ഈ എന്താ പറയാ, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നവർ എന്താ സംഭവിക്കുന്ന അറിയോ? എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടും, എനിക്ക് കുറച്ച് സന്തോഷം കൂടും. അപ്പൊ എനിക്ക് എന്താ ഉണ്ടാവുക? എന്റെ കുടുംബം എനിക്ക് നന്നായി നോക്കാനും പറ്റും. അതല്ലേ നമുക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഞാൻ തരുമ്പോ എന്താണ് എനിക്കൊരു സന്തോഷമില്ല. നോക്ക്, നിങ്ങൾ എല്ലാവരുടെ മുഖത്ത് എന്താ ചിരിയുള്ളത്? ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നില്ല? തോന്നാൻ പാടില്ല. അങ്ങനെയാവണം ഒരു സ്ത്രീ.